കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൽ സ്നേഹം നിറഞ്ഞ ദൈവമക്കൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുവിനുള്ള സ്നേഹവും വന്ദനവും. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളുടെ അവസാനത്തെ നിമിഷങ്ങൾ, ഞാൻ പറയുന്ന എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? താന് ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ തലേ ആഴ്ച തൊട്ടുള്ള സംഭവങ്ങളാണ് 11-ാം അധ്യായം തൊട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ 12-ാം അധ്യായത്തിൽ ലാസറിൻ്റെ വീട്ടിൽ കർത്താവ് പന്തിയിലിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. 13-ാം അധ്യായം തന്നെ ക്രൂശിക്കുന്നതിൻ്റെ തലേ ദിവസത്തെ സംഭവങ്ങളാണ്. 13 മുതൽ അതിൻ്റെ 18 വരെയുള്ള അധ്യായങ്ങൾ അങ്ങനെയുള്ള അനുഭവങ്ങളും, 19-ാം അധ്യായത്തിൽ തൻ്റെ ക്രൂശീകരണവും തൻ്റെ വിധികളും ഒക്കെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കേവലം 3-4 ദിവസത്തെ സംഭവങ്ങളാണ് ഈ 13, 14, 15, 16 അധ്യായങ്ങളെല്ലാം. 13-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ വാക്കുകൾ ഇവർക്ക് വളരെ വേദനയുണ്ടാക്കി. അവരുടെ ഹൃദയം കലങ്ങിപ്പോയി. ഞാനത് വിവരിച്ച് പറയുന്നില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും. 12 പേര് നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ടെന്ന് പറഞ്ഞവരാ. ഒരാളെന്നെ കാണിച്ചു കൊടുക്കും. 12 പേരിൽ ഒരാളെ കർത്താവ് ഇങ്ങനെയാണ് കൊണ്ട് നടന്നതെന്ന് ഓർത്തു നോക്കിയേ. കർത്താവ് പറഞ്ഞു, അങ്ങനെയുള്ള ദൈവികമായിരിക്കുന്ന പ്രവചനങ്ങൾ വെളിപ്പെടുത്തി പത്രോസിനോട് പറഞ്ഞു. പത്രോസ് പറയുക, കർത്താവ് ഞാൻ നിനക്ക് വേണ്ടി ജീവനെ വെച്ച് കളയും. കർത്താവ് എന്ന് പറഞ്ഞു, കോഴി കൂകണമെന്നതിന് മുമ്പ് തന്നെ നീതി എന്നെ തള്ളി പറയും. പത്രോസിനോട് നേരിട്ട് പറഞ്ഞതാ. ഈ വാക്കുകളൊക്കെ ഇവരുടെ ഹൃദയത്തിനകത്ത്. പിന്നെ ഞാൻ പോകുക. കർത്താവ് ആദ്യം മുതലേ എൻ്റെ നാഴിക വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം പറയുക, എൻ്റെ നാഴിക വന്നു, ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുക. ഇതൊക്കെ അവരെ വളരെ വേദനിപ്പിച്ചു. അവരുടെ ഹൃദയം കലങ്ങിയത് കർത്താവ് മനസ്സിലാക്കി. അങ്ങനെ കർത്താവ് 14-ാം അധ്യായം മുതൽ അവരോടുള്ള ആശ്വാസത്തിൻ്റെ വാക്കുകളെ പറയുകയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കലങ്ങിയ ഹൃദയത്തിലൂടെ കർത്താവിന് പറയാനുള്ള ഓരോ സന്ദേശങ്ങൾ ഞാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇന്നും കൂടെ ഞാൻ അതിനകത്ത് ചില കാര്യങ്ങളൊന്ന് പറയാം. അതിൻ്റെ 27-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഞാൻ വായിക്കാം. 14-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകും. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുത്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുകയാണ്. സമാധാനം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഇന്നത്തെ ലോകത്തിന് സമാധാനമില്ലെന്നുള്ള സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പുറമേ കുറേ കാശുണ്ടെന്ന് പറഞ്ഞാലും വീടുണ്ടെന്ന് പറഞ്ഞാലും എവിടെയോ ശൂന്യത തളം കെട്ടി, അസമാധാനങ്ങൾ തളം കെട്ടി കിടക്കുന്ന ലോകം. പക്ഷെ നമ്മളോട് പറയുന്ന കർത്താവ് പറയുന്ന അതല്ല. നമ്മളോട് നാഥൻ പറയുന്നത്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോവുക. അത് എൻ്റെ സമാധാനമാണ്. അത് ലോകം തരുന്ന സമാധാനമല്ല. അതെൻ്റെ സമാധാനമാണ്. അപ്പം ലോകം തരുന്ന സമാധാനം എന്താ? കാശ് കിട്ടുമ്പം, ജോലി കിട്ടുമ്പം,
വീട് കിട്ടുമ്പോൾ, ഉയർച്ച കിട്ടുമ്പോൾ, പ്രൊമോഷൻ കിട്ടുമ്പോൾ നമുക്കൊരു സമാധാനം. ഓക്കെ, അത് സമാധാനമെന്ന് ബൈബിൾ പറയുന്നില്ല. ഇത് ദൈവമക്കളുടെ സമാധാനം അതല്ല. പക്ഷെ നമുക്കെല്ലാവർക്കും ആ സമാധാനം മതിയല്ലോ, അല്ലേ? നമുക്കെല്ലാവർക്കും ഈ സമാധാനം മതി. എങ്ങനെ? ഇവിടെ ഒരു സമാധാനമുള്ള ഒരു ജീവിതം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇതിനകത്ത് അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ സമാധാനം നിങ്ങൾക്ക് അറിയാവുന്നവർ അതെന്താണ്, അതെന്ത് സമാധാനമാണ്, നിങ്ങളൊന്ന് പറയാമോ? എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു. അത് ലോകം തരുന്നത് പോലെ അല്ല. നിങ്ങൾ കേൾക്കുന്നത് നിത്യജീവന്റെ വചനമല്ലേ? നിങ്ങൾ കേൾക്കുന്നത് ഹല്ലേലൂയ യേശുവിൻ്റെ വാക്കുകളല്ലേ? നിങ്ങൾ ഈ ചെവി കൊണ്ട് കേട്ട് ഈ ചെവി കൊണ്ട് വിട്ടുകളയുകയാണോ ഇത്? ഹല്ലേലൂയ. ഇതാണ് പ്രശ്നം. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് ഈ സമാധാനം മനസ്സിലായില്ല. അവരെല്ലാവരും പോയി. അവർക്ക് ഇവിടുത്തത് മതി, ഇവിടുത്തെ സമാധാനം. അത് തെറ്റാണോ പാസ്റ്റങ്ങളെ? ഇവിടെ ഈ സമാധാനം വേണ്ടേ മനുഷ്യർക്ക്? അത് തെറ്റാണോ? കർത്താവ് പറയും, ഇവിടുത്തെ ഈ സമാധാനം ഇന്നുണ്ടെങ്കിൽ നാളെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഒരു കോവിഡിൻ്റെ അണു നമുക്കറിയാം. ഒരു അല്പനേരം 10 സെക്കൻഡ് സോപ്പ് വെള്ളത്തിനകത്തൊന്ന് കൈ കഴിയാൽ ആ കോവിഡിൻ്റെ അണു നശു. 10 സെക്കൻഡ് സോപ്പ് വെള്ളത്തിൽ കഴിയാൽ കോവിഡിൻ്റെ അണു നശു. പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നു കളഞ്ഞു. ലോകത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി. നിപ ഒരു പക്ഷിയിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യമാണ്. ലോകത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകും. എന്തിനാണ് ഏറെ പറയുന്നത്? യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ലോകത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകും. ഒരു നല്ല തലവേദന വന്നാൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. 2 ദിവസം മാറാതെ വയറ്റുവേദന ഒന്ന് നിൽക്കട്ടെ, സമാധാനം നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. ഒരല്പം പൾസ്, ഒന്ന് ഹൃദയം ഒന്ന് കൂടുതൽ ഇടിക്കട്ടെ, അത് ഞങ്ങൾക്ക് വരുത്തൊന്നുമില്ല വാസ്തു. ഞങ്ങൾക്കതൊന്നും വരത്തില്ല. അയ്യോ, നിങ്ങൾ മനുഷ്യ ശരീരത്തിലാണ്, ഞാൻ മനുഷ്യ ശരീരത്തിലാണ്. നാളെ എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകാം. പ്രായം ഇതാണല്ലോ, ഞാൻ ദോഷമൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഒന്നും എക്സ്ക്യൂസ് ഇല്ല, എപ്പോഴും നഷ്ടപ്പെടാം. എന്നാൽ ഞാൻ അവിടെ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ ദൈവസമാധാനത്തിലേക്കൊന്ന് കൊണ്ടുവരികയാണ്. എന്താണ് ദൈവത്തിൻ്റെ സമാധാനം എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൈക്കിൽ ശബ്ദമുയർത്തി ഒന്ന് യെശയ്യാവിൻ്റെ പുസ്തകം 53:5 വായിച്ച്. യെശയ്യാവ് 53:5. ബൈബിൾ ഉള്ളവരൊക്കെ എടുത്തോ, നോക്കിക്കോ, സത്യമാണെന്നൊക്കെ നോക്കിക്കോ. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരികളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. കേട്ടല്ലോ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ വായിച്ചത്, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു മരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശു കർത്താവിൻ്റെ മേലായി. അങ്ങനെയാണ് യേശുവിൻ്റെ സമാധാനം. അപ്പം നമ്മുടെ സമാധാനത്തിന് എന്തോ പ്രശ്നമുണ്ട്. അത് വായിച്ചേ, കൊലോസ്യ ലേഖനം 1:20 വായിച്ചേ. കൊലോസ്യർ 1:20. അവനിൽ സർവസമ്പൂർണ്ണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചെറിഞ്ഞ രക്തം കൊണ്ട്
അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. എവിടുത്തെ സമാധാനം കിട്ടിയത്? പൈസ കിട്ടിയപ്പോഴല്ലെന്ന്. ഇത് ഈ ഓണം ബമ്പറടിച്ചാൽ കിട്ടുന്ന സമാധാനം അല്ല. പറ്റുമെങ്കിൽ ഓണം ബമ്പറിൻ്റെ ടിക്കറ്റൊക്കെ ഇവിടെ കൊടുത്തിങ്ങനെ സമാധാനം ഇപ്പോൾ ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും എന്ന് കൊണ്ട് നടക്കുന്നുണ്ട്. ഞാനത് എടുക്കത്തില്ല. കാരണം എന്താ അറിയോ? അനേകരുടെ കണ്ണുനീരാണ്. കോടിക്കണക്കിന് ആൾക്കാർ കരഞ്ഞ കണ്ണുനീരാണ് ഒരുത്തൻ്റെ കൈ വരുന്നത്. അവൻ 500 രൂപയോ 1000 രൂപയൊക്കെ മുടക്കി ടിക്കറ്റ് എടുക്കും. എന്നിട്ട് അവൻ പ്രാകും, കിട്ടുന്നവന് നാശം. ഹല്ലേലൂയ. ലോട്ടറി എടുത്ത് കിട്ടുന്ന പണം അത് ശാപത്തിൻ്റെ കാശാണ്, സംശയമൊന്നുമില്ല കേട്ടോ. പിന്നെ അല്ലാത്ത ഒരുപാട് ശാപമുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. ക്രൂശിൽ ചൊരിഞ്ഞ രക്തമാണ് എൻ്റെ സമാധാനത്തിന് കാരണമായി തീർന്നത്. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി. ഒരു വാക്യം റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നമുക്ക് സുപരിചിതമായിരിക്കുന്ന വാക്യമാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം. ഇതാണ് സമാധാനം. ദൈവത്തോട് സമാധാനം. ഇന്നത്തെ മാനവരാശിക്ക് ദൈവത്തോട് ശത്രുത്വമാണ്. ഇവിടെ ഇരിക്കുന്നവരിലും ചിലർക്ക് ദൈവത്തോട് ശത്രുതയാണ്. ഇവിടെ ഇരിക്കുന്നവരിൽ ദൈവത്തോട് ശത്രുതയാണ്. ദൈവത്തോട് സമാധാന ബന്ധം കാപ്പാൻ കഴിഞ്ഞിട്ടില്ല. ഇത് വരുന്നത് വരെ ഈ എന്താണ് നട്ടപ്പോഴും വിതച്ചപ്പോഴും പഠിച്ചപ്പോഴും എല്ലാം ഒരു കൊട്ട എന്ന് പറഞ്ഞ എന്നും ഒരുപോലെ. ഈ സമാധാന ബന്ധം കാൽവരി കുരിശിൽ നിന്നും ദൈവം നമുക്ക് തന്ന സമ്മാനമാണ്. ഇതവൻ്റെ രക്തം മൂലം നമുക്ക് കിട്ടിയതാണ്. അവൻ്റെ അടിപ്പിണരുകളിൽ കൂടെ നമുക്ക് കിട്ടിയ ആന്തരിക സൗഖ്യമാണ് ഈ സമാധാനം. ഈ സമാധാനം ദൈവത്തോടുള്ള എൻ്റെ റിലേഷനാണ്. എനിക്ക് ദൈവത്തോട് ഒരു വ്യക്തിബന്ധം. ഞാൻ കർത്താവായ യേശുനാഥൻ്റെ മടിയിലാണ് ഇരിക്കുന്നത്. യോഹന്നാൻ യേശുവിൻ്റെ മാർവിടത്തിലാണ് ചാരിയെങ്കിൽ യേശു പിതാവിൻ്റെ മടിയിൽ. അവർക്ക് തമ്മിൽ നല്ല സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല സമാധാനം ഉണ്ടായിരുന്നു. യോഹന്നാൻ്റെ അടുത്ത് പത്രോസ് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു, ഒന്ന് ചോദിക്കുക ആരാണെന്ന് ചോദിക്കുക. എന്താണ്? മാറിൽ ചാരിയിരിക്കുക. എന്തൊരു സമാധാനം! ദൈവമക്കളെ, നിങ്ങളും നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ പരിശുദ്ധനായ തേജോമയനായ കർത്താവുമായിട്ട് നിങ്ങളുടെ സമാധാന ബന്ധം എങ്ങനെയുണ്ട്? എവിടെയാണ് പിതാവായ ദൈവവുമായിട്ടുള്ള എൻ്റെയും നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടത്? എവിടെയാണ്? അതിക്രമങ്ങൾ വന്നപ്പോഴാണ്, അകൃത്യങ്ങൾ വന്നപ്പോഴാണ്. എന്താണ് അതിക്രമവും അകൃത്യവും? ഞാൻ സ്വയ കേന്ദ്രീകൃതനായി മാറിപ്പോയി. സെൽഫ് സെൻറ്റേർഡ് ലൈഫിലേക്ക് എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. അയ്യോ എൻ്റെ കുഞ്ഞെ, നിനക്ക് ദൈവത്തോട് സമാധാനമുണ്ടാകത്തില്ല. നിനക്ക് നല്ലതെന്ന് തോന്നുന്നത് ചെയ്യാനുള്ള സ്ഥലമല്ല ദൈവസഭ. നിന്റെ നന്മകളല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്നത് അവിടുത്തെ പരമാധികാരത്തിൽ, അവിടുത്തെ സോവറിറ്റിയിൽ. കേൾക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ സോവറിറ്റി, അവിടുത്തെ പരമാധികാരത്തിൽ
ഞാൻ പൂർണ്ണമായിട്ടും എന്നെ സമർപ്പിക്കുന്നതാണ് സമാധാന ബന്ധമെന്ന് പറയുന്നത്. ദൈവമാണ് പരമാധികാരി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും ഈ വിവിധ കാര്യങ്ങളിലേക്കൊന്ന് വന്നാൽ നമ്മുടെ ആത്മജീവിതം ആനന്ദപൂർണ്ണമാണ്. ഇത് സത്യത്തിൽ ഇതല്ല സുവിശേഷം. ഇന്ന് പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷം ഇതല്ല. ഇവിടെ കിട്ടുന്ന സമാധാനത്തെക്കുറിച്ചാണ് പ്രസംഗിക്കപ്പെടുന്നത്. ദൈവവുമായിട്ട് വളരെ അകലെയാണ്. ഹല്ലേലൂയ. ദൈവവുമായിട്ട് അകലെ നിൽക്കുന്നവരെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? സഹോദരനുമായിട്ടൊന്ന് നോക്കിയാൽ മതി. ദൈവവും ഞാനുമായിട്ട് എന്തകലമുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? മനസ്സ് തുറന്ന് പാസ്റ്ററോടൊന്ന് സംസാരിച്ചിട്ട് എത്ര ദിവസമായി? മനസ്സ് തുറന്ന് ദൈവദാസിയോടൊന്ന് ചിരിച്ചിട്ട് എത്ര ദിവസമായി? അയ്യോ കുഞ്ഞെ, നിനക്ക് ദൈവത്തോട് സമാധാനമില്ല. നീ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, നെടുവീർപ്പിടുന്നുണ്ട്, കരയുന്നുണ്ട്, പിന്നെ വല്ലതുമൊക്കെ കർത്താവ് തരുന്നത് ദാനങ്ങളാണ്, ദാനങ്ങളാണ്. അതിനകത്ത് ദൈവമുണ്ടെന്ന് ചിന്തിക്കരുത്. ദൈവമുള്ളവർക്ക് ദൈവം കൊടുക്കുന്ന ദാനമല്ല, അവകാശമാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടത് അവകാശമാണോ ദാനങ്ങളാണോ? ദൈവവുമായിട്ടുള്ള സമാധാന ബന്ധം നഷ്ടപ്പെട്ട ഇസ്രായേൽ, നമുക്കറിയാം ഇസ്രായേലിന് ദൈവത്തോട് സമാധാനം നഷ്ടപ്പെട്ടു. ഞാൻ വാക്യങ്ങളൊന്നും എടുക്കുന്നില്ല, പറഞ്ഞ് ഒന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാം. സമാധാന ബന്ധം നഷ്ടപ്പെട്ട ഇസ്രായേൽ 10 പ്രാവശ്യം അവർ ദൈവത്തെ വേദനിപ്പിച്ചു. ദൈവത്തെ 10 പ്രാവശ്യം വേദനിപ്പിച്ചു. ദൈവം പറഞ്ഞു, ഇവരിൽ ഒറ്റ മനുഷ്യൻ ആ സമാധാന ദേശത്ത്, കനാൻ ദേശത്ത് ചെല്ലത്തില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ മോശ എത്ര പാപം ചെയ്തു? മോശ ഒരകൃത്യം ചെയ്തു. എന്താ മോശ ചെയ്ത കൃത്യം? ദൈവം പറഞ്ഞതുപോലെ അല്ല ചെയ്തത്, തനിക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങ് ചെയ്തു. ചെയ്തപ്പോൾ ഒറ്റ അകൃത്യം കൊണ്ട് നിന്റെ സഹോദരൻ്റെ കൂടെ നീ കൂടി ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ കനാൻ നാട്ടിൽ കൊണ്ടുപോകുന്ന, നിന്നെ കനാൻ നാട്ടിൽ പാലും തേനും എന്ന ദേശത്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞില്ലേ? പക്ഷെ ഞാൻ കൊണ്ടുപോകത്തില്ല. അത് കർത്താവേ, നീ ഒരകൃത്യം. കർത്താവ് ഇസ്രായേൽ മക്കൾ 10 അകൃത്യം ചെയ്തിട്ട് 10 അകൃത്യം കൊണ്ടാണല്ലോ. പാസ്റ്ററോട് കണക്കെടുത്ത് അങ്ങനല്ല. പാസ്റ്റർ ഒരകൃത്യം ചെയ്താൽ അവൻ അവിടുന്ന് നീ മുകളിൽ കയറിട്ട് നോക്കിക്കോളാൻ പറഞ്ഞു. കനാൻ നാട് കണ്ടോളാൻ പറഞ്ഞു. കണ്ടിട്ട് തൃപ്തിപ്പെട്ടോളാൻ പറഞ്ഞു. കൊണ്ടുപോകാന്ന് പറഞ്ഞത് ഞാൻ തന്നെ. പക്ഷേ നിന്റെ ഒരകൃത്യം, ഇസ്രായേൽ മക്കൾ 10 അകൃത്യം ചെയ്തു. പോട്ടെ, മോശ പുരോഹിതന്മാരോ? പ്ലീസല്ലോ, ഞാൻ പറയുന്നത് നിങ്ങളോട് ഈ പറയുന്ന വചനം പറഞ്ഞിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചാണ് നടക്കുന്നതാണ് പൗലോസ് പറയുന്നത്. നിങ്ങളെക്കാൾ കൂടുതൽ ദൈവത്തെ ഭയപ്പെടേണ്ടത് ഞാനാ. അതുകൊണ്ട് നിങ്ങളിൽ അനേകര് ഉപദേഷ്ടാക്കന്മാരാകരുത്. ഈ പുസ്തകം പിടിച്ചോണ്ടേ ഇവിടെ 5 മിനിറ്റ് വചനം പറയാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോൾ സൂക്ഷിക്കണേ. 5 മിനിറ്റ് വിശ്വാസികൾക്ക്, ഹല്ലേലൂയ, അവർക്ക് അവരുമായിട്ട് കണക്ക് പൊടിച്ച് അവരുടെ കാര്യം കണക്ക് കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ നിന്ന് വചനം പറയുന്ന ഒരാൾ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ കണക്ക് കൊടുക്കണം. ഞാൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ കണക്ക് കൊടുക്കണം. ഒരു വാക്ക് ഞാൻ പറഞ്ഞാൽ എൻ്റെ ഒരു പ്രവൃത്തിയെ തൂക്കി നോക്കുന്ന ദൈവമാണ്. നിങ്ങൾക്ക് കിട്ടുന്നത് പോലല്ല. മോശയുടെ ഒറ്റ പ്രവൃത്തി കനാൻ നാട്ടിലെത്തിയില്ലെങ്കിൽ പ്രിയരേ, ദൈവത്തെ ഭയപ്പെടണേ. ഒറ്റ പ്രവൃത്തി കൊണ്ട് ദൈവവുമായിട്ടുള്ള സമാധാന ബന്ധം നഷ്ടപ്പെട്ടു പോയി. മോശ മടങ്ങി വന്നു, ക്ഷമ പറഞ്ഞു, തിരുത്തി, കാര്യമൊക്കെ ശരിയാ. എന്നാലും ഞാൻ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, ഹല്ലേലൂയ, എന്തുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ സമാധാന ബന്ധം നഷ്ടപ്പെട്ടു പോയി? ഇവർ വല്ലാതെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇവർ വല്ലാതെ ആരാധിക്കുന്നുണ്ട്, ഇവർ ഒരുപാട് സൽപ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. കർത്താവ് പറയുക,
അകൃത്യം വെച്ചോണ്ട. ഹല്ലേലൂയ. നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു, ശത്രുക്കളാക്കിയിരിക്കുന്നു. നിങ്ങളുടെ അകൃത്യങ്ങൾ, അത് ഞങ്ങൾ എന്താ അകൃത്യം ചെയ്യും? ഞങ്ങൾ ദൈവത്തിന് എന്ത് ദോഷം ചെയ്യുന്നു? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ഈ സഭയ്ക്കകത്ത് നിന്ന് വെളിച്ചം പുറത്തേക്ക് പോകേണ്ടതാണ്. പക്ഷെ ഇരുട്ട് പുറപ്പെടുവിച്ചാലോ? ഇവിടെ ഇരുന്നും കൊണ്ട് നിങ്ങളെ എന്തിനാ കർത്താവ് വിളിച്ചത്? ലോകത്തിൻ്റെ വെളിച്ചമാകാൻ. യേശു ലോകത്തിൻ്റെ വെളിച്ചം. യേശു ലോകത്തിൻ്റെ വെളിച്ചം. ഇപ്പോഴാരാ ലോകത്തിൻ്റെ വെളിച്ചം? നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം. വെളിച്ചം പരത്തേണ്ടതിന് പകരം ഇരുട്ട് പരത്തുന്ന വ്യക്തികൾ. ഹല്ലേലൂയ. ഇത് വിവേചിച്ച് മനസ്സിലാക്കേണ്ടതാണ് പുതിയ നിയമം. വിവേചനാത്മാവിനാൽ നമ്മൾ ഈ കാര്യങ്ങളെ പിടിച്ച് മനസ്സിലാക്കിയെടുക്കണം. ഹല്ലേലൂയ. ഇവിടെ പുതിയതായിട്ടൊരു കുടുംബം വന്നാൽ, ഒരു വ്യക്തി വന്നാൽ, അവർക്ക് നമ്മളിലുള്ള വെളിച്ചം കൊടുക്കണം. വന്നാൽ ഇവിടെ വരുന്നവർ എന്തെല്ലാം ദുഃഖത്തോടെയാണ് വരുന്നത്, എന്തെല്ലാം വേദനയോടെയാണ് വരുന്നത്. എന്തുകൊണ്ട് ജനം കടന്നു വരുന്നില്ല? പാസ്റ്റർ വെളിച്ചം കൊടുക്കാഞ്ഞിട്ടല്ല. ഹല്ലേലൂയ. ഇരുട്ട് പുറപ്പെടുക. ഇരുന്നോ, കണക്ക് എണ്ണി കൊടുക്കണം. ഒരു ദിവസം കണക്ക് തീർക്കുന്ന ദിവസമുണ്ട്. അന്നത്തെ ദിവസം ഞാനവിടെ കാണത്തില്ല. എങ്ങനെ? അയ്യോ കർത്താവേ, ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇവിടെ വെച്ച് പറയും. അവിടെ ഈ സുവിശേഷം കൈ പിടിച്ചോണ്ട് എന്ത് വെളിച്ചമാ നിങ്ങൾ പരത്തിയത്? ഇളവയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട്, ഉദരപൂർണത്തിന് വേണ്ടിയിട്ട് കുറച്ച് പ്രാർത്ഥിച്ചു, ഉദരപൂർണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ബൈബിൾ വായിച്ചു. എന്നിട്ട് നീ എന്ത് ദൈവത്തിന് വേണ്ടി നിന്നെന്നാ പറയുന്നത്? ഹല്ലേലൂയ. ദൈവവും മനുഷ്യനുമായിട്ടുള്ള സമാധാന ബന്ധം നഷ്ടപ്പെട്ടു പോയി. ഏദൻ തോട്ടത്തിൽ ദൈവം വന്നപ്പോൾ മനുഷ്യൻ ഓടി ഒളിച്ചു. സമാധാന ബന്ധം നഷ്ടപ്പെട്ടു പോയി. എന്താണ് കാര്യം? എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് ചെയ്യാൻ ഞാൻ പഠിച്ചു. ഇപ്പോഴെങ്ങനെ? പെന്തക്കോസ്തുകാരുടെ ജീവിതം നമ്മളെങ്ങനെ? നമുക്ക് ബൈബിൾ പഠിച്ചിട്ടുണ്ട്, എനിക്കും ബൈബിൾ അറിയാം, ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഈ നിത്യതയുടെ ഈ നിത്യജീവൻ്റെ സുവിശേഷം കൊണ്ട് പോയിട്ട് എനിക്ക് കിട്ടുന്നതും കിട്ടിയതൊക്കെ നിങ്ങളോട് പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങളൊരു പക്ഷേ പറഞ്ഞില്ലേ, സുവിശേഷം വേണ്ടി ഓടും. ഞാൻ വരാൻ പോകുന്ന ലോകത്തിൻ്റെ ആ നിത്യജീവൻ്റെ വെളിപ്പാട് വചനത്തിൽ നിന്നൊന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ധനാഠ്യനായിരിക്കുന്ന ഒരു ബൈബിൾ മുഴുവൻ അറിയാവുന്ന ഒരു മനുഷ്യൻ എന്നെ പിടിച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇവിടുത്തെ വല്ല സുഖങ്ങൾക്കും വേണ്ടിയിട്ട് ഇവിടെ അനുഗ്രഹിക്കുന്ന ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. എന്നെ ഇരിക്കുന്നിടത്തുനിന്ന് പിടിച്ച് പൊക്കിയെടുത്ത് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ ഭാഗം ഞാൻ ഇവിടെ വെച്ച് മാറ്റുന്നു. ഇനി ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരത്തില്ല. ഇഷ്ടമല്ല. ഇന്നത്തെ പെന്തക്കോസ്ത് ലോകത്തിന് സ്വർഗമുണ്ടെന്ന് പറഞ്ഞാൽ മതി, സ്വർഗമുണ്ട് എന്ന് പറഞ്ഞാൽ മതി, ഒന്നും വേണ്ട. കനാൻ നാട്ടിലെ പറഞ്ഞില്ലേ, ഒറ്റൊരുത്തനെ കയറ്റിയില്ല, ഒറ്റൊരുത്തനെ. വിശ്വാസികളായ രണ്ടുപേരെ, കാലേബിനെ യോശുവയെ ഒഴിച്ച് ബാക്കി എല്ലാറ്റിനെയും. അതെന്നെ ദൈവം, എന്നെ ദയയില്ലാത്ത ദൈവമാണ്, കരുണയില്ല ദൈവത്തിന്. മോശയോട് പറഞ്ഞു, നീ പോകണ്ടെന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ ഇത്രയൊക്കെ ഉപദേശിച്ചാണല്ലേ, ഇത്രയും ആത്മാക്കളെ നേടിയല്ലേ, അതുകൊണ്ട് അപ്പച്ചക്കുട്ടി പാസ്റ്ററോട് ഒരു കരുണ കാണിച്ചേക്കാം. നോ. വേദപുസ്തകം പറയുന്നു, നീ എത്ര പ്രസംഗിച്ചു, നീ എത്ര ശുശ്രൂഷ ചെയ്തു, എത്ര കൊടുത്തു, ഇതല്ല ദൈവം നോക്കുന്നത്. ഇന്ന് നീയും ദൈവവുമായിട്ടുള്ള സമാധാന ബന്ധം എങ്ങനെയുണ്ട്? ഒറ്റ വാക്കപ്പ എന്ന് വിളിച്ചാൽ ഇറങ്ങി വരുന്ന ആ ദൈവ സാന്നിധ്യം, ആ ദൈവശബ്ദം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ഇറങ്ങി വരുന്നത് ആരാണെന്ന് ഓർത്തു. ഇറങ്ങി ഹല്ലേലൂയ ചോദിച്ചപ്പോൾ തന്നെ കിട്ടിയതെല്ലാം ദൈവം വന്നതുകൊണ്ടല്ല. ഹല്ലേലൂയ. നമ്മുടെ സമാധാനത്തിൻ്റെ ശിക്ഷ അവൻ്റെ മേലായി. എവിടാ? ഞാൻ നിങ്ങളെ അല്പസമയത്തേക്ക് ആ കാൽവറിയിലേക്കത് കൊണ്ടുപോകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ കാര്യം എന്ത് പറഞ്ഞത്?
ഈ കാൽവറിയൊക്കെ കേട്ട് മടുത്ത് പാസ്. ഗോഡ് ബ്ലസ് യു. ഒരാളെങ്കിലും ആ വചനത്തെ ശ്രദ്ധിച്ചല്ലോ, ഒരാളെങ്കിലും. എനിക്കറിയാം ഇത് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. കാൽവറി വേണ്ടെന്ന്, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ മതിയെന്ന് ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞത് ടെറ്റലസ്റ്റായി, സകലവും പൂർത്തീകരിച്ചു, നിവർത്തിയായി എന്നുള്ളതാണ് കാൽവറിയിലുള്ള ഒരു കാര്യം പറഞ്ഞത്. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന മറ്റൊരു ഭാഗത്തേക്കാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തു ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഈ വായിച്ച ഭാഗത്തുനിന്ന് സമാധാനം തന്നേച്ചു പോകുന്നെന്ന് പറഞ്ഞിട്ട് കർത്താവ് നേരെ പോയത് ഗെത്സമനയിലാണ്. ഗെത്സമനയില് തൻ്റെ അരുമ ശിഷ്യൻ തന്നെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി 30 വെള്ളിക്കാശ് മേടിച്ചുകൊണ്ട് വരിക. അല്ലെ, ഇതൊക്കെ കർത്താവിന് കാണാം. നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെല്ലാമാണ് ചിന്തയെന്ന് കർത്താവിന് കാണാം. വിവേചനപരമുള്ള ദൈവദാസനും കാണാം, വിവേചനപരമുള്ള ദൈവദാസനും മനസ്സിലാവും. പറഞ്ഞെന്നാ നീ സഭയെന്ന് പോകും, അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. കാരണം നാളെയെങ്കിലും മാനസാന്തരപ്പെടട്ടെ എന്ന് ചിന്തിച്ചിട്ടാണത് പറയാത്തത്. ഇവിടെ ഗെത്സമനയില് ഹല്ലേലൂയ യേശു ആവർത്തിച്ച് പ്രാർത്ഥിക്കുക, നിങ്ങൾ എന്നോടും കൂടെ ഉണർന്നിരിക്കുന്ന. അവർക്ക് ഉണർന്നിരിക്കാൻ പറ്റുന്നില്ല, അവർക്കുറക്കം വന്നിട്ട് സഹിക്കുന്നില്ല. കർത്താവ് പറയുന്നു, ആത്മാവ് ഒരുക്കമുള്ളതെങ്കിൽ ജഡം ബലഹീനമാണ്. കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ സുവിശേഷങ്ങൾ എന്താ എഴുതിയിരിക്കുന്നത്? അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായിട്ട് നിലത്തു വീണു. എൻ്റെയും നിങ്ങളുടെയും സമാധാനത്തിൻ്റെ ശിക്ഷ കർത്താവ് വഹിക്കാൻ തുടങ്ങുക. പിതാവേ, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിക്കൂടെങ്കിൽ നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ ഹൃദയധമനികൾ തകർന്നു. അവിടെ വെച്ചവൻ മരിക്കാൻ പാടില്ല. സാത്താൻ വിചാരിച്ചു ശാപം മാറത്തില്ല, ഇവിടെ വെച്ച് മരിച്ചാൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ മാറി സമാധാന ബന്ധം പൂർത്തീകരിക്കപ്പെടത്തില്ല. അതുകൊണ്ട് അവൻ്റെ ഹൃദയം പൊട്ടിയപ്പോൾ സാത്താൻ സന്തോഷിച്ചു കാണും. പക്ഷേ ദൂതൻ വന്നവനെ ശക്തിപ്പെടുത്തി, അവനവിടെ മരിച്ചില്ല. എൻ്റെയും നിങ്ങളുടെയും പാപം, നമ്മൾ നിസ്സാരവൽക്കരിക്കുന്ന പാപങ്ങളില്ലേ, കർത്താവിൻ്റെ ഹൃദയത്തെ തകർത്ത് കളയുന്ന പാപങ്ങളാണ്. ഒരു പാപത്തോട് ഞാൻ കോംപ്രമൈസ് ചെയ്യുമ്പോൾ, ഒരു ലോകസ്നേഹം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ ഉള്ളിലേക്ക് വരുന്ന പൈശാചിക പ്രവർത്തികൾ വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞാൻ പാപത്തോട് കോംപ്രമൈസ് ചെയ്യാതെ പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന, ജീവിക്കുന്ന ഒരാളാണ്. പാപം ഇല്ലെന്ന് ഞാൻ ഇന്നുവരെ പറയുന്നില്ല, പറയത്തില്ല. പാപമുണ്ട്. ആ പാപത്തെ കണ്ടെത്തി അത് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. യേശു ഗെത്സമനയിലെ ചങ്കുപൊട്ടി രക്തത്തുള്ളികൾ, വിയർപ്പ് തുള്ളികൾ പോലെ നിലത്ത് വീഴുന്നു. എൻ്റെ പ്രിയരെ, ഹല്ലേലൂയ, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ. നിങ്ങളിപ്പോൾ ഗെത്സമനയിലുണ്ടോ? ഗെത്സമനയിലെ യേശു അവിടെ കഷ്ടമനുഭവിക്കുകയാണ്. ഹല്ലേലൂയ. പിതാവ് പറയുക, ഇതാണ് എൻ്റെ ഇഷ്ടം. നീ ഇവിടെ പ്രാണനെ തന്നില്ലെങ്കിൽ, കൊടുത്തില്ലെങ്കിൽ മാനവരാശിക്ക് സമാധാനം, ഞാനുമായിട്ടുള്ള സമാധാനമില്ല. പിശാചുമായിട്ടാണ് അവരുടെ സമാധാനം. ഇപ്പോൾ പിശാചുമായിട്ടാണ് അവരുടെ ബന്ധം. സമാധാനം ബന്ധത്തെയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. ഒരു സമാധാന ബന്ധം അവിടെ വെച്ച് യേശു, അത് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ശിഷ്യന്മാർ അവിടെ വന്നിട്ട് ചേവകർ, പുരോഹിതന്മാരുടെ പട്ടാളക്കാരാ, റോമൻ പട്ടാളം, എല്ലാവരുമായിട്ടാണ് വടിയും വാളും ഒക്കെ ആയിട്ട് വന്നിരിക്കുക, തീവെട്ടിപ്പന്തങ്ങളൊക്കെ ആയിട്ട്. കാരണം ഒലിവ് വൃക്ഷങ്ങളാണ് അവിടെ. ആ ഒലിവ് വൃക്ഷങ്ങളുടെ അടുക്കൽ പോയി ഇവൻ കർത്താവ് പാത്തിരിക്കുമെന്നവരുടെ ചിന്ത. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നത്? നിങ്ങൾ ആരെ അന്വേഷിക്കുന്നത്? നസ്രയന യേശുവിനെ. അത് ഞാനാ. ഇവർക്ക് എന്ത് സംഭവിച്ചു? ഇവരെല്ലാവരും കവിണ്ണു വീണു. ഇവർ ബോധമറ്റവരെ പോലെ വീട് പോയി. അത്ര ലോകത്തിൻ്റെ പ്രകാശമായ കർത്താവ്, ഞാനാണ് നിങ്ങൾ അന്വേഷിക്കുന്ന യേശു എന്ന് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, അവരൊരു അത്ഭുതത്തോടെ ചെയ്തുകൂടെ? പാടില്ല.
അവിടെ നിന്ന് യേശു ഏകദേശം 6 കോടതികളിലാണ് വിധിക്കപ്പെട്ടത്. ഒന്ന് ചിന്തിച്ചു നോക്കണം. ഹന്നാവ്, കയ്യഫാവ്, പിന്നെയും ഹന്നാസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് പീലാത്തോസ്, പിന്നെ ഹെരോദാവ്, പിന്നെ അത് കഴിഞ്ഞിട്ട് പീലാത്തോസ്, ഇങ്ങനെ മാറി 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 എല്ലാവരിടത്തും കർത്താവ് പറഞ്ഞു. അന്നത്തെ ഗലീലയിലെ അന്നത്തെ രാജാവായിരിക്കുന്നത് ഹെരോദാവാണ്. ഹെരോദാവിനെ വേണേ വിടുവിക്കാം. എല്ലാവരിടത്തും കർത്താവ് ചോദിച്ചു, നീ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ മശിഹയാണോ? അതെ, ഞാനാകുന്നു. നീയാണോ രാജാവ്? അതെ, ഞാനാകുന്നു. ഹെരോദാവിൻ്റെ മുമ്പിൽ ഒരൊറ്റ അക്ഷരം വേണ്ടിയില്ല, ഒറ്റ അക്ഷരം വേണ്ടിയില്ല. ഹല്ലേലൂയ. എന്താണ് കാരണം? ഹെരോദാവ് ഒരു വാക്ക് പറഞ്ഞാൽ ഇവനെ വെറുതെ വിടാം. പക്ഷേ ഹെരോദാവിൻ്റെ മുമ്പിൽ നീ ഒന്ന് എതിർക്കെങ്കിലും വേണ്ട, ഞാൻ അങ്ങനെ അല്ല എന്നെങ്കിലും ഒന്ന് പറയണ്ടേ. കർത്താവിൽ നിന്നൊരു അത്ഭുതം കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക ഹെരോദാവ്. ഒന്നും കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞില്ല. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ മിണ്ടാതെ ഇരുന്നു. അവിടെ നിന്ന് പീലാത്തോസിന്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു, രാത്രി ഞാൻ സ്വപ്നം കണ്ടു, ഈ മനുഷ്യൻ നീതിമാനാണ്, ഇവന്റെ മേൽ നീ ഒരു കുറ്റം ചുമത്തരുത്, ഇവനെ കുറ്റമതിക്കരുത്. ഹല്ലേലൂയ. പീലാത്തോസ് ആവുന്നത്ര നോക്കി. അന്നത്തെ മഹാപുരോഹിതന്മാരും ക്ഷേമകരും കൂടെ നിന്നുകൊണ്ട് പറഞ്ഞു, അവനെ ക്രൂശിക്ക എന്ന് പറയാനിടയായിത്തീർന്നു. അവിടെ നിന്ന് പീലാത്തോസ് എന്ത് ചെയ്യുന്നറിയാമോ? പീലാത്തോസ് ഒരു എളുപ്പ വഴി ഇവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് കേട്ടോ. എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എങ്ങനെ? കൽത്തളം എന്ന് പറയുന്ന ഗബ്ബഥ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അവനെ അടിപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമാധാനത്തിൻ്റെ ശിക്ഷ മറ്റൊരാളെ ഏറ്റെടുത്തു. ഇനി നീ സ്വയം ദൈവത്തോട് അടുക്കാനായിട്ട് പറ്റത്തില്ല. യേശു എന്ന നാമത്തിലൂടെ മാത്രമേ പറ്റൂ. ഹല്ലേലൂയ. അവിടുന്ന് നിങ്ങൾക്കറിയാമോ, യേശുവിനെ കിട്ടിയ സമയം മുതൽ പുരോഹിതന്റെ മുമ്പിൽ വെച്ച് അവൻ്റെ കന്നത്തടിച്ചു. അത് കഴിഞ്ഞ് കൊണ്ടുപോയി നിർത്തി. പീലാത്തോസ് പറഞ്ഞു, ഇവനെ അടിപ്പിച്ച് വിട്ടയക്കാം. ഞാൻ കാൽവറിയുടെ വെളിപ്പാടാണ് പറയുന്നത്. നിങ്ങളുടെ അകം സാത്താൻ അടച്ചു കളയും, സാത്താൻ അടച്ചു കളയും. എനിക്കറിയാം നിങ്ങൾക്ക് ദൈവത്തോട് സമാധാന ബന്ധമുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആത്മീയത്തിൻ്റെ സ്ഥിതി മാറും. വിശ്വാസം സമ്മതിക്കത്തില്ല. വചനം അപ്പോൾ തന്നെ കുത്തിപ്പറക്കി കൊണ്ടുപോകണം. അപ്പോൾ തന്നെ നിങ്ങളുടെ ബുദ്ധി അടച്ചു കളയണം. അതിന് എന്തെങ്കിലും കാര്യം സാത്താൻ ഉണ്ടാക്കും. സാത്താൻ വലിയ തന്ത്രശാലിയാണെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഈ ഗബ്ബഥ എന്ന് പറയുന്ന സ്ഥലത്ത് 12 സ്റ്റെപ്പുകൾക്ക് താഴത്തായിട്ട് ഇങ്ങനെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലമാണ്. അവിടെ എങ്ങനെയാണ് യേശു കർത്താവിനെ അടുപ്പിച്ചത്? ഹല്ലേലൂയ. നീചന്മാരായ റോമൻ പട്ടാളക്കാർ, പുരോഹിതന്മാരുടെ ചേവകർ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ സമാധാനത്തിൻ്റെ ശിക്ഷ അവൻ്റെ മേലായി. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമുക്ക് സമാധാനം വരുത്തി. ഇതെങ്കിലും അടിസ്ഥാനപരമായ കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ഗ്രഹിച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതം, എനിക്ക് 1000 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോയില്ലെങ്കിലും ഒരാളെയെങ്കിലും ശിക്ഷത്വത്തിലേക്ക് നടത്തണമെന്നൊരാഗ്രഹം എനിക്കുണ്ട്. ഒരാളെയെങ്കിലും ഈ സത്യമൊന്ന് ബോധ്യപ്പെടുത്തി കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ചോദിക്കുകയാണ്, എങ്ങനെയാണെന്നറിയാമോ? യേശുവിനെ ഇങ്ങനെ വില്ല് പോലെ കാലും കൈയും കൂടെ കെട്ടി അങ്ങ് നിർത്തിയിട്ടാണ് അടിക്കുന്നത്. ചരിത്രകാരന്മാർ പറയുന്നത് യേശുവിനെ അടിച്ചപ്പോൾ ഒന്ന് കുറയെ 40 അടിയാണ് അടിച്ചത്, 39 അടിയാണ് അടിച്ചത്. ഇത് കൂടാതെ ചാട്ടവാറിൻ്റെ അടി തെരിയാണ്, അടിക്കുകയാണ്. കാരണം ഈ 7 തരത്തിലുള്ള മുനകളുള്ള ചുണ്ടകൾ പോലെ കൂർത്തിരിക്കുന്ന ഒരു തരം ഇരുമ്പിൻ്റെ ആണിയുണ്ട്, അതിനകത്തുണ്ട്. ഈയത്തിൻ്റെ കട്ട, ഈയ കഷ്ണങ്ങൾ അതിനകത്ത് കട്ട പിടിച്ച് വെച്ചിട്ടുണ്ട്. അസ്ഥി കഷ്ണങ്ങളുണ്ട്. ഏകദേശം 7 ഭാഗത്ത് ഈ
ഒരുതരം തോല് കൊണ്ടുവന്ന്, കുതിരയുടെ തോല് പ്രത്യേക തരത്തിൽ വളച്ച് വെടിപ്പാക്കി എടുത്ത് ഉണ്ടാക്കുന്ന ഒരു ചാട്ടവാർ കൊണ്ടാണ് ഈ റോമൻ പടയാളികൾ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത്. യേശുനാഥൻ ഇങ്ങനെ വില്ലുപോലെ ഒന്നും നിവരാൻ പറ്റത്തില്ല, വെച്ച് കിടത്തിരിക്കുകയാണ്, കമഴ്ത്തിങ്ങനെ കിടത്തിരിക്കാൻ, തല ഉയർത്താൻ പറ്റാത്ത വിധത്തിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ഈ സമയത്ത് റോമൻ പടയാളികൾ ഒന്നേ എന്നവിടെ ഒരാൾ എണ്ണുമ്പോൾ അടിക്കും. ഈ അടിക്കുന്ന അസ്ഥികൾ ആദ്യം തന്നെ ചെന്നിട്ട് ആ ഈയ കഷ്ണങ്ങൾക്ക് നല്ല കട്ടിയാണ്. ഇതിവിടെ ചെന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരുന്ന അസ്ഥികൾ ഇവിടെ വന്നിട്ടാണ് തറച്ചിട്ട് ഇവിടെ വന്ന് മാംസം ചതയും. ഈ ചതയപ്പെട്ട മാംസത്തിൻ്റെ അകത്തോട്ട് ഈ ചൂണ്ടക്കൊളുത്തുകൾ പോലെ കീറിയ പിന്നെ ചൂണ്ടകൾ മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് കയറിയാൽ പിന്നെ മത്സ്യമായിട്ട് പോരത്തേ ഉള്ളൂ. ഇതുപോലെ ഈ ചതഞ്ഞ അസ്ഥികളുടെ അകത്തേക്ക് ഇവൻ്റെ ഓരോ ഇവിടെയുള്ള മാംസപേശികളിലും രക്തധമനികളിലേക്കും ഇതൊക്കെ പാഞ്ഞ് കയറുകയാണ്. എന്താണെയോ, ഇവനെ അടുപ്പിച്ചിട്ട് ഇവിടെ കൊണ്ട് നിർത്തിയാൽ അവർ പറയും വെറുതെ വിട്ടേക്കാൻ. ഇങ്ങനത്തെ ശിക്ഷ കൊടുത്താൽ ഒരു മനുഷ്യൻ 39 അടി കൊണ്ടിട്ട് അവൻ ജീവിച്ചിരിക്കുക അസാധ്യമാണ്. ഹല്ലേലൂയ. എന്നാൽ ഇവർ ഒരു വശത്തുനിന്നും കൊണ്ട് അടിക്കുമ്പോൾ അടിച്ച് കയറ്റുന്ന ഈ ചൂണ്ടകൾ അല്ലെങ്കിൽ ഈ കഷ്ണങ്ങൾ, അസ്ഥികൾ ഇവൻ്റെ മാംസത്തെ തുളച്ച് ഇവൻ്റെ അസ്ഥികൾ വരെ ചില വാരിയല് വരെ തുളച്ചിലും ചില അടി വാരിയലിൻ്റെ ഈ ഭാഗത്ത് ചെന്നിട്ട് തുളച്ച് കയറിക്കഴിഞ്ഞെന്നാൽ അവിടെ നിന്ന് പറിച്ച് വലിച്ച വരുത്തില്ല. ഇവർ അവനെ നാവിക്ക് ചവിട്ടിക്കൊണ്ടാണ് ഇത് വലിച്ചെടുക്കുന്നത്. എൻ്റെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. ഉറങ്ങിക്കോ, കുറച്ച് നാളുകൂടെ ഇവിടെ സുഖിച്ചോ, കുറച്ച് നാളുകൂടെ പകയും വിദ്വേഷം വെച്ചുകൊണ്ടിരുന്നോ, ദൈവത്തോട് ശത്രുത പുലർത്തിക്കോ. വെറുതെ ഇവിടെ ദൈവമെന്നും പറഞ്ഞുകൊണ്ടൊരു മതത്തിൽ വരുന്നത് പോലെ, ഒരു പാരമ്പര്യത്തിന് വരുന്നത് പോലെ ഹല്ലേലൂയ വന്നിരുന്നോ. ഒരു രാജ്യവും ഒരു സുവിശേഷവും ഒരു ദൈവരാജ്യവും എനിക്ക് വിഷയമല്ല. വന്നിരുന്നോ, പക്ഷേ കേട്ടവരാണ് നിങ്ങൾ. ഈ സത്യം, നിന്റെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവിടെ നിങ്ങൾക്കറിയാമോ, ആ കൽത്തളം എന്ന് പറഞ്ഞ സ്ഥലത്ത് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. അവനെ ആ അടികളെല്ലാം കഴിഞ്ഞ് ഇവനിങ്ങനെ വളഞ്ഞ് അവിടുന്ന് ഇങ്ങനെ കൂണിക്കിടക്ക എഴുന്നേക്കാൻ പറ്റത്തില്ല. ഈ 39 പ്രാവശ്യത്തെ ഈ ചമ്മട്ടികൾ കൊണ്ടുള്ള അടി എന്ന് പറയുന്നത് ഒരടി ഉണ്ടാകും നമ്മൾ കാണത്തില്ല. അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ അടി ഇത് മുഴുവൻ ചെയ്തു പിതാവായ ദൈവം നോക്കിക്കൊണ്ട് നിൽക്കുക. അതിനുശേഷം ഒരു വലിയ ഏകദേശം വേദപണ്ഡിതന്മാർ പറയുന്നത് ഇത്രയും നീളമുള്ള 4.5 അടിയോ മറ്റോ നീളമുള്ള മുള്ളുകൾ കൊണ്ടൊരു കിരീടം മെരഞ്ഞിട്ട് അവൻ്റെ തലയിലേക്ക് വെച്ചു എന്നാണ്. വെച്ചിട്ട് ഒരു കോല് കൊണ്ട് അടിച്ചങ്ങോട്ട് കയറ്റിയപ്പോൾ ഈ ഇവിടുന്ന് കയറിയ ഈ മുള്ളുകൾ തൻ്റെ കണ്ണുവരെ തുളച്ചു ചെന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഇവിടെ നിന്ന് ഇവനെ എഴുന്നേൽപ്പിക്കാൻ വയ്യ. നല്ല യൗവനക്കാരൻ, ഏകദേശം ഒരു 10, 70, 80 കിലോ വെയിറ്റുകാരൻ നമ്മുടെ കർത്താവിനെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഉത്തമനായിരിക്കുന്ന ഒരു യൗവനക്കാരൻ കണ്ടാൽ ആളല്ല എന്ന് തോന്നും, മനുഷ്യനാണെന്ന് തോന്നത്തില്ല. അവനൊരു വികൃത രൂപിയായി തീർന്നു. എൻ്റെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ ഏറ്റെടുക്കുകയാണ്. അവിടെ ഏറ്റെടുത്തപ്പോൾ ഈ അടി മുഴുവൻ കൊണ്ട് ഈ കയ്യിൽ ഒരു ഞാങ്ങണ കൊണ്ട് അന്നത്തെ രാജാക്കന്മാർക്കൊരു ചെങ്കോല് കൊടുക്കുന്ന പോലെ ഒരു കോല് കൊടുത്ത് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് ഇവർ ആർത്തു വിളിച്ചു. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, ഷാരോനിലെ പനിനീർ പുഷ്പമായ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 10,000-ങ്ങളിൽ അതിസുന്ദരനായ എൻ്റെ കർത്താവ്, വെണ്മയും ചുമപ്പുമുള്ളവനായിരുന്ന എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെ സകല മഹത്വവും ഉരിഞ്ഞു വെച്ചിട്ട് മാറ്റിവെച്ചിട്ട് വന്ന എൻ്റെ കർത്താവ് ഇവിടെ ഇപ്പോൾ അവനെ കണ്ടാൽ ഹല്ലേലൂയ, ഒരു കൂട്ടം ചെന്നായ്ക്കൾ വന്ന് ഒരു കുഞ്ഞാടിനെ പറിച്ച് കീറുന്നത് പോലെ അവനെ കണ്ടാൽ തോന്നിപ്പോവും. അസ്ഥികളൊക്കെ ഇങ്ങനെ തെല്ലി നിൽക്കുകയാണ്, അസ്ഥികളൊക്കെ ഇങ്ങനെ
കാണത്തക്കവണ്ണം നിൽക്കുകയാണ്. ഹല്ലേലൂയ. എന്താണ് ഇത് മുഴുവനും? ഈ രക്തം മുഴുവനും എൻ്റെ സമാധാനത്തിനായുള്ള, നമ്മൾ വായിച്ചങ്ങനെ, അവൻ്റെ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റു എന്നാണ്. അവൻ മുറിവേറ്റു. ഈ മുറിവുകൾ മുഴുവനും എൻ്റെ അതിക്രമങ്ങളും അകൃത്യങ്ങളും ഞാനെന്ന് പറഞ്ഞ എൻ്റെ സ്വയത്തിന് വേണ്ടിയുള്ള ശിക്ഷയാണ് ഏറ്റത്. ഹലോ ഹലോ പ്രീസലോ, കർത്താവിന് സ്തോത്രം. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ മേലായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നിട്ട് അവനെ ഞാങ്ങണയുടെ കമ്പം കൊടുത്തിട്ട് ഇവർ നഗ്നനാക്കി. അവിടെ വായിക്കുന്നത്, കൊല്ലാൻ കൊണ്ടുപോകുന്നവർക്ക് ധൂമ്രവസ്ത്രമല്ല കൊടുക്കുന്നത്, ഒന്നെങ്കിൽ ചുവപ്പ് വസ്ത്രം, അതുപോലത്തെ കറുപ്പ്, കൊല്ലുന്നവനെ കൊണ്ടുപോകുന്ന കറുപ്പ് വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ടാണ്. പക്ഷേ എൻ്റെ യേശുവിനെ ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു. എന്നിട്ട് അവർ ചിട്ടിയിട്ട് അതിനെ പകുത്തെടുത്തു, നഗ്നനാക്കി. 33.5 വയസ്സ് പ്രായമുള്ള രാജകുമാരനായിരുന്ന തേജോമയനായ ദൈവമായിരുന്ന കർത്താവിനെ അവർ നഗ്നനാക്കി. മക്കളെ, ഒന്ന് ഈ ഹൃദയത്തിനകത്ത് എൻ്റെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ച എൻ്റെ പാപം, എൻ്റെ അതിക്രമങ്ങൾ, എൻ്റെ അകൃത്യങ്ങൾ, ഇതല്ലാതെ വേറെ മാർഗമില്ല. ഇത് കേട്ടിട്ട് കേൾക്കാത്ത പോലെ പോകരുത്. അവനെ ഏകദേശം 8 അടിയോളം നീളമുള്ള ഒരു ഭാരമുള്ള 80 കിലോയ്ക്ക് മുകളിൽ വെയിറ്റുള്ളൊരു കുരിശ്, അല്ലെങ്കിൽ മരക്കഷ്ണമെന്നും പറയുന്നുണ്ട്, അത് ക്രോസ് ആയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഹല്ലേലൂയ. പലതരത്തിലാണ് അത് പറയുന്നത്. ആ കുരിശ് അവൻ്റെ മേലേക്ക് കൊടുക്കുക. അവൻ മുക്കാനുണ്ടോ? ദിവസങ്ങളായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. രക്തം മുഴുവൻ വാർന്നുപോയി. തലയിൽ കൂടെ ഇങ്ങനെ രക്തം ഒഴുകി. അവൻ്റെ രോമകൂപങ്ങൾ, താടി രോമങ്ങളെല്ലാം റോമൻ നാണയത്തൊട്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവർ വലിച്ച് പിഴുതെടുക്കുക. അവിടെ നിന്ന് രക്തമൊഴുകുക. അവൻ്റെ കണ്ണിൽ കൂടെ ഇതുപോലെ മുള്ള തുളച്ചു കയറിട്ട് കണ്ണിങ്ങനെ തെള്ളിരിക്കുകയാണ്. ഇത്രയും ഭീകരരൂപിയെപ്പോലെ ഈ 10,000 സുന്ദരനായ എൻ്റെ കർത്താവിനെ ആക്കി തീർത്തു. എനിക്ക് പ്രസംഗിക്കാൻ ക്രൂശിക്കപ്പെട്ട യേശു അല്ലാതെ എനിക്ക് വേറെ നിങ്ങൾക്ക് തരാൻ ഒന്നുമില്ല. എനിക്ക് തരാനുള്ളത് ഈ യേശുവിനെ മാത്രമാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞില്ലേ, നിങ്ങൾ ദയവായിട്ട് ഇന്നുറങ്ങരുത്, നാളെ അടുത്ത ആഴ്ച ഉറങ്ങിക്കും, ഇന്നുറങ്ങരുത്. ഹല്ലേലൂയ. ഉറങ്ങുന്നെങ്കിൽ പിശാചാണ് നിൻ്റെ കൂടെ ഉള്ളത്, ഒരു സംശയവുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇവനെ ഈ കുരിശം കൊണ്ട് കൊടുത്തിട്ട് പൊക്കാൻ ആലോചിക്കുള്ളൂ. ആരുണ്ട് അവനെ ഒന്ന് സഹായിക്കാനായിട്ട്? ദൂരത്തുന്നത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അമ്മയും സഹോദരങ്ങളും. ഈ കുരിശ് ഇവൻ തന്നെ ചുമക്കണം. അല്ലെങ്കിൽ റോമൻ നിയമം അനുസരിച്ച് ഇവൻ വഴിയിൽ വെച്ച് വീണ് മരിച്ചാൽ ഈ പടയാളികൾ കുറ്റക്കാരാ, ഈ ന്യായാധിപൻ കുറ്റക്കാരനാ. അതുകൊണ്ട് അവൻ മരിക്കാൻ പാടില്ല. ഇവനെ ഇവർ ചുമപ്പിച്ച് ഇവൻ തന്നെ ചുമക്കണം. ഇവൻ തന്നെ ചുമന്നിട്ട് ഏകദേശം 2 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. കാൽവറി വരെ 2 കിലോമീറ്ററോളം ദൂരമുണ്ട്. അവിടുന്ന് അവൻ നടന്ന് വീണ് എഴുന്നേറ്റ് അവർക്ക് മനസ്സിലായി അവിടെ ചെല്ലുന്നതിന് മുമ്പേ ഇവൻ മരിക്കും. അവിടെ ചെല്ലുന്നതിന് മുമ്പ് മരിക്കുമെന്ന് കണ്ടപ്പോൾ ദാ വരുന്നു ഒരു കുറേനക്കാരനായ ശിമിയോൻ. എൻ്റെ പേരെന്താ? ശിമിയോൻ. നീ ഇവിടുത്തെ തന്നെ കുറേനക്കാരൻ. എന്താ? വയലിലെ പണി കഴിഞ്ഞ് അധ്വാനിച്ച് ക്ഷീണിച്ച് വരിക. ഒന്ന് ഇത് ഈ ക്രൂശിൻ്റെ ഇവിടെ പിടിച്ചോ, അവിടെ പറയുന്നത് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട്. എൻ്റെ സഹോദരങ്ങളെ, എന്താ നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ക്രൂശ് യേശുവിനെ കൊണ്ട് ചൂപിക്കുമ്പോൾ കുറേനക്കാരൻ ശിമിയോൻ. ഈ കുറേനക്കാരൻ ആരാണെന്നറിയാമോ? ആഫ്രിക്കക്കാരനാ, നീഗ്രോയാ. അവിടെ പറയുന്നുണ്ട് നീഗർ എന്നു പേരുള്ള ഷിമോൻ. നീഗർ. അപ്പോൾ നീഗ്രോ ആയിരിക്കുന്ന ഈ ഷിമോൻ ഇവിടെ അടിമയായിട്ട് വന്നതാണ്. ഇസ്രയേലിൽ അടിമയായിട്ട് വന്നതാണ്. ഈ അടിമപ്പണി ചെയ്യുന്ന ഈ നീഗ്രോ ആയിരിക്കുന്ന മനുഷ്യൻ അല്ലെ നിർബന്ധം കൊണ്ട് പട്ടാളക്കാർ നിർബന്ധിച്ച് തളർന്നു വന്നിരിക്കുക. ജോലി കഴിഞ്ഞ് തളർന്നു വന്ന ഈ മനുഷ്യൻ ആ ക്രൂശിൻ്റെ അറ്റമൊന്ന് പിടിച്ചു. ബൈബിൾ പറയുന്നറിയാമോ? പൗലോസ് പറയുക, ആ ശിമോൻ്റെ
അലക്സാണ്ടറിന്റെ യൂഫോസിൻ്റെയും അമ്മ എൻ്റെ അമ്മയാണെന്ന് അവൾ മാനിക്കപ്പെട്ടു. പിന്നത്തെ അവിടുത്തെ ബിഷപ്പായിട്ട് ദൈവദാസനായിട്ട് ഈ നീഗ്രോ ശിമോൻ ഉയർത്തപ്പെട്ടു. അവിടുത്തെ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി നീഗ്രോ ആയിരിക്കുന്ന ഈ മനുഷ്യൻ ഉയർത്തപ്പെട്ടു. ആ ക്രൂശിൽ ഒന്ന് ചുമന്നു കൊടുക്കുക, ആ ക്രൂശിനെ ഒന്ന് വഹിക്കുക, ആ ക്രൂശ് നീയും കൂടി ഒന്ന് സഹിക്കുക. ഒരല്പം ഏറ്റെടുത്തപ്പോൾ കർത്താവിൽ പ്രസിദ്ധരായി തീർന്ന അലക്സാണ്ടറും രൂഫോസും, ഞാൻ പറയാം, ഈ ക്രൂശ് ചുമക്കാൻ നിർബന്ധിതനായ ശിമയോന്റെ മക്കളെ, ഹല്ലേലൂയ, നിങ്ങൾക്ക് തലമുറകളുണ്ടല്ലോ. നിങ്ങൾ ഈ ക്രൂശിനെ നിന്ദിക്കരുത്, നിങ്ങൾ ഈ ക്രൂശിനെ തകർക്കരുത്. ഹല്ലേലൂയ, നിങ്ങളുടെ തലമുറ കർത്താവിൽ അവർ പ്രസിദ്ധരായി തീർന്നു. കുറേനക്കാനായ ശിമയോൻ അവിടെ അന്നത്തെ ഒരു നല്ല അനുഗ്രഹീതനായ ദൈവദാസനായി തീർന്നു. പൗലോസ് പറയുക, അവൻ്റെ ഒരു അലക്സാണ്ടറിന്റെ അമ്മ എൻ്റെ അമ്മയാണ്. ജാതി എവിടെ പോയി? മതം എവിടെ പോയി? വർഗം എവിടെ പോയി? ഇന്ന് ജാതി മതവും വർഗവും വർണ്ണം വെച്ചും കൊണ്ട് പെന്തക്കോസ് എന്ന് പറഞ്ഞ് നടക്കുന്നവരാ നമ്മൾ. ഒരു ചെറിയ കാര്യം മതി, പണമില്ലാത്തവനെ വെറും ഷൂ ആക്കിക്കളയും, അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്തവനെ ചെറുതാക്കിക്കളയും. ഈ ദൈവം ഒന്ന് ചെറുതായിട്ട് ഈ ക്രൂശ് അവിടെ വെട്ടിയുണ്ടാക്കി ഒരു കുഴിയുണ്ടായിരുന്നു. യേശുവിനെ അവിടെ കൊണ്ടുചെന്ന് കിടത്തി. ഹല്ലേലൂയ. ഞാൻ അവിടെ വിവരിക്കാതെ, എൻ്റെ സമയം ഇപ്പം തന്നെ ഏകദേശം കടന്നുപോയി. ഞാൻ എന്നാലും ഇന്ന് നിങ്ങളത് കേട്ടിട്ട് പോകാൻ വേണ്ടി ഒന്ന് പറയുകയാണ്. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടാൽ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനം എനിക്ക് വിശദീകരിച്ചതെന്ന് പറയേണ്ടതാണ്. ദൈവത്തോട് സമാധാനം. ആ ക്രൂശിൽ അവനെ കൊണ്ടുചെന്ന് ആ ക്രൂശെടുത്തിട്ടപ്പോൾ അസ്ഥികളുടെ ബന്ധമെല്ലാം വിട്ടു. ഒരു റോമൻ പടയാളി അവൻ്റെ ഹൃദയത്തെ കുന്തം കൊണ്ട് കുത്തി. അവിടെ നിന്ന് രക്തവും വെള്ളവും കൂടെ ഒഴുകുവാൻ തുടങ്ങി. ഈ രക്തം നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷയായിരുന്നു. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമ്മുടെ സമാധാനത്തെ അവൻ സ്ഥാപിച്ചു. ഈ രക്തത്തിൻ്റെ വില എന്താണെന്ന് നിങ്ങളും ഞാനും ഒന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തേത്, ഈ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം. ഇതിനകത്ത് പല അനുഗ്രഹങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ 14 അധ്യായം, 15, 16 അധ്യായങ്ങളിൽ വിലയേറിയ വാഗ്ദത്തങ്ങളാണ്. ഹല്ലേലൂയ. വിലയില്ലാത്ത വാഗ്ദത്തങ്ങൾ പലതും നമുക്കറിയാം, പക്ഷെ ഇത് വിലയേറിയ വാഗ്ദത്തങ്ങളാ. ഈ സമാധാനത്തിൻ്റെ ശിക്ഷ യേശു ഏറ്റെടുത്തിട്ട് അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നു എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിച്ചത്? എനിക്ക് ദൈവത്തോട് സമാധാന ബന്ധമുണ്ടായി. ദൈവവുമായിട്ട് അപ്പാ എന്ന് വിളിക്കാൻ. എബ്രായലേഖനം 4 അധ്യായത്തിന്റെ 16 വാക്യം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി കൃപാസനത്തിലേക്ക് അതിധൈര്യത്തോടെ അപ്പച്ച എന്ന് വിളിക്കാൻ, പിതാവേ എന്ന് വിളിക്കുവാനുള്ള സമാധാന ബന്ധമുണ്ടായി. സത്യത്തിൽ നമുക്ക് സമാധാന ബന്ധമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടുള്ള സമാധാന ബന്ധം എനിക്കുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും? ദൈവത്തോട് എനിക്ക് സമാധാന ബന്ധം എന്ന് വെച്ചാൽ ഞാൻ ആ കർത്താവിൻ്റെ മാർവിടത്തിലാണ് ചാരുന്നത്. ഞങ്ങൾ ഒന്നാണ്, ഞങ്ങൾ രണ്ടല്ല. ഇതാണ് ആ സമാധാനത്തിൻ്റെ ബന്ധം. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് വരുന്നൊരു പ്രത്യേകത, അവിടെ നിന്ന് ആ സ്നേഹം നമ്മളിലേക്ക് ഒഴുകും. അവർ പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കും. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്ന ഒരാളെ കണ്ടാൽ അറിയാം അവർക്ക് ദൈവത്തോട് സമാധാന ബന്ധമുണ്ട്. ദൈവത്തോട് സമാധാന ബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരെക്കാളും അധികം ദൈവത്തെ സ്നേഹിക്കും. ആരെക്കാളധികമാ? എല്ലാറ്റിനെയും കൂടെ നിൽക്കത്തില്ല. മകനേക്കാളധികം, മകളേക്കാളധികം, ഭാര്യയേക്കാളധികം, അമ്മയേക്കാളധികം, ഭർത്താവിനേക്കാളധികം ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട് ഇവിടെ?
എന്നേക്കാൾ അധികം ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി, നിങ്ങൾക്ക് ദൈവത്തോട് സമാധാന ബന്ധമുണ്ട്. നിങ്ങൾക്കറിയാമോ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, അവിടെ കിരാതന്മാരായ ഒരു കൂട്ടം മനുഷ്യർ താമസിക്കുന്നുണ്ട്. അവരുടെ അടുക്കൽ ആർക്കും ചെല്ലാൻ അവർ മാത്രം പാർക്കുന്ന ഒരു ദേശം. ഈ അടുത്ത കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു, ഒരു യൗവനക്കാരൻ രക്ഷിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തു. എല്ലാറ്റിലും അധികം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ്റെ മകനായിരുന്നു, ഒരു ദൈവദാസിയുടെ മകനായിരുന്നു അദ്ദേഹം. ദൈവത്തിൻ്റെ വിളിയുണ്ടായി, ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അയ്യോ എൻ്റെ പൊന്നുമോനെ, അവിടെ മനുഷ്യർക്ക് ചെല്ലാൻ പറ്റത്തില്ല, അടുത്ത നിമിഷം നിന്റെ ജീവൻ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പ, ഞാൻ എൻ്റെ ജീവനേക്കാൾ അധികം എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു പറഞ്ഞു. ഒരു പക്ഷേ നിങ്ങളിൽ പേര് ഓർക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കാം ആ ചെറുപ്പക്കാരൻ്റെ പേര്. ആ യൗവനക്കാരൻ അപ്പനോടും അമ്മയോടും നിർബന്ധം സഹിക്കവയ്യാതെ അപ്പനും അമ്മയും കൂടെ ആ ചെറുപ്പക്കാരനെ പറഞ്ഞു വിട്ടു. ഇവിടെ വന്നു അദ്ദേഹം മറ്റു പല പല നന്മകൾ ഫ്ലൈറ്റിലൂടെ മറ്റു വിധത്തിൽ അവിടെ കൊണ്ടുചെന്ന് ഇവർക്ക് പല പല സമ്മാനങ്ങളും ദാനങ്ങളൊക്കെ കൊടുത്തു. ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി കൈവീശിയൊക്കെ കാണിച്ചു. പതിയെ സ്നേഹം കൊടുത്തു വന്നിട്ട് അദ്ദേഹം മനസ്സിലാക്കി, ഇനി ഞാൻ ചെന്നാൽ അവർ എൻ്റെ സുവിശേഷം കേൾക്കുമെന്ന്. ആ ചെറുപ്പക്കാരൻ വിവാഹം പോലും കഴിച്ചിട്ടില്ല, അത്ര യൗവനക്കാരൻ. അപ്പനും അമ്മയോടും അന്ന് രാത്രിയിൽ അദ്ദേഹം മെസ്സേജ് വിട്ടു, നാളെ ഞാൻ നേരിട്ട് ഈ മനുഷ്യൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ യേശുവിനെ കുറിച്ച് പറയാൻ പോവുക. ഇന്നെൻ്റെ സന്തോഷത്തിൻ്റെ ദിവസമാണ്, അവരിനി എന്നെ സ്നേഹിച്ചോളും, യേശുവിനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. കടന്നു പോകാൻ പോകുന്നതിന് മുമ്പ് അപ്പനോട് എഴുതി, ഒരുപക്ഷെ എന്തെങ്കിലും കാരണവശാൽ ഞാൻ മരിച്ചാൽ നിത്യതയിൽ വെച്ച് നമുക്ക് കാണാമെന്ന് പറഞ്ഞു. സമാധാന ബന്ധം ഉണ്ടായ ഒരു അപ്പനും അമ്മയും ഒരു മകനും, ദൈവത്തോട് അവന് സമാധാനമുണ്ട്. അവൻ നേരെ അവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവർ ചിലർക്കൊക്കെ സന്തോഷമായി, മനുഷ്യനെ വളരെ അടുത്ത് കണ്ട് ഇദ്ദേഹത്തിൻ്റെ നന്മ കണ്ടതാണ്. പക്ഷേ അക്കിരാതന്മാരായ മനുഷ്യരിൽ ഒരാൾ വിഷം പുരട്ടിയ അമ്പ് അദ്ദേഹത്തിൻ്റെ ഹൃദയധമനി ഭാഗത്ത് തന്നെ എഴുതു. ആ ഓൺ ദ സ്പോട്ടിൽ ആ യൗവനക്കാരൻ അവിടെ മരിച്ചു വീണു. ഹല്ലേലൂയ. ആ മരിച്ചു വീണ ആ മകൻ്റെ ജഡവുമായിട്ടാണ് പിന്നെ അമേരിക്കയിലേക്ക്, അവിടെ സുഖനുഭവങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, യേശുവിനോടുള്ള നിങ്ങൾക്ക് ദൈവത്തോട് സമാധാന ബന്ധമുണ്ടോ? നിങ്ങളുടെ സഹോദരവർഗത്തെക്കുറിച്ച്, നശിച്ചു പോകുന്ന നിങ്ങളുടെ അയൽവക്കക്കാരെ കുറിച്ച് നിങ്ങൾക്ക് ദൈവത്തോട് സമാധാന ബന്ധമുണ്ടോ? കണക്ക് കൊടുക്കണ്ടേ? ഹല്ലേലൂയ. വല്ലപ്പോഴും പോയി ഞാനൊരു സുവിശേഷം പറയുന്നു, ഒരു വശമില്ലാത്ത പോയി സുവിശേഷം പറയുന്ന ആർക്കാ എളുപ്പം? നിന്ന സഹിക്കണം, കഷ്ടം സഹിക്കണം, പട്ടിണി കിടക്കണം. ഹല്ലേലൂയ. ഈ ലോകം നിന്നെ ചവറെന്നെണ്ണണം. പൗലോസിനെ ചവറെന്നാണ്, ലോകത്തെ പൗലോസ് ചവറെന്നെണ്ണി കുത്ത് കാഴ്ചയാക്കി വിട്ടു പൗലോസിനെ. ആമേൻ. ദൈവത്തോട് സമാധാന ബന്ധം വന്നു കഴിഞ്ഞപ്പം രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, കരച്ചിലാണ്, ആത്മാക്കൾക്ക് വേണ്ടി കരച്ചിലാണ്. ഇവിടെ 10 പേരെ ഉള്ളെങ്കിലും ഹല്ലേലൂയ, എനിക്ക് എൻ്റെ ദൈവത്തോടുള്ള സമാധാന ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകുന്ന അത്രയും വിശ്വാസികളായി കർത്താവ് ഇവിടെ എഴുന്നേൽപ്പിക്കണം. അല്ലാതെ ഇതൊരു മതമായി പോകരുത്, ഇതൊരു ആചാരമായി പോകരുത്. ദൈവത്തോട് സമാധാന ബന്ധം. അടുത്തത്, സഹോദരന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം സഹോദരന് വേണ്ടിയിട്ട്. സഹോദരൻ്റെ യോഗ്യത എന്തായിരിക്കണം? എന്തെല്ലാം യോഗ്യത വേണം സഹോദരന്? അവൻ പാപിയായിരിക്കണം, അവൻ കൊള്ളരുതാത്തവനായിരിക്കണം, അവൻ നിന്റെ ശത്രുവായിരിക്കണം, അവൻ നിന്നെ ഉപദ്രവിക്കുന്നവനായിരിക്കണം. അവനോടുള്ള സ്നേഹബന്ധം പുലർത്താത്ത നിനക്ക് ദൈവത്തിന്റെ ശത്രുവാണ്. നീ ദൈവത്തിന്റെ ശത്രുവാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യനോട് ഹൃദയം തുറക്കാൻ കഴിയാത്ത, ഹല്ലേലൂയ, ആരാ നീതിമാൻ? ദൈവത്തിന്റെ മുമ്പാകെ ചെന്നൊന്ന് നിൽക്ക്. ഹല്ലേലൂയ. നീതി എന്ന് പറയുന്നത് നമ്മുടെ ധാർമ്മിക ബോധമല്ല. നീതി എന്ന്, ദൈവത്തോടുള്ള നീതി എന്ന് പറയുന്നത് നമ്മുടെ ധാർമ്മികമായ നിയമങ്ങളെ അനുസരിക്കുന്നതല്ല. ഹല്ലേലൂയ. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ, കണ്ണിടർച്ച വരുത്തിയാൽ എന്ത് ചെയ്യണം? ചൂന്നെടുത്ത് എറിഞ്ഞു. കൈയിടർച്ച വരുത്തിയാൽ വെട്ടി അരിഞ്ഞ് വലിച്ചെറിയണം. ഹല്ലേലൂയ.
കാല് സ്വർഗരാജ്യത്തിൽ പോകുന്നതിന് തടസ്സമായിട്ട് കാലാണെങ്കിൽ വെട്ടിയരിയണം. ഭാര്യയാണെങ്കിൽ കൊന്നേക്കരുത്, ഭാര്യയെ കൊല്ലരുത്. ഹല്ലേലൂയ. ഇറച്ചിയാണെങ്കിലും അവളെ കൈത്താങ്ങലെടുത്ത് തന്നെ സ്നേഹിച്ചു തന്നെ കൊണ്ടുപോകണം. പക്ഷെ ശരീരത്തെ വെട്ടിയരിഞ്ഞു കളയണം, കണ്ണ് ചൂന്നെടുത്തെറിഞ്ഞു കളയണം. ഇത് നിത്യജീവന്റെ സുവിശേഷമാണ്. ദൈവത്തോടുള്ള സമാധാന ബന്ധം നിലനിർത്താൻ കഴിയാത്ത ഒരാൾക്ക് സഹോദരനോട് സമാധാന ബന്ധമില്ല. എന്നാളൊരു പാസ്റ്റർ പറഞ്ഞതുപോലെ, എന്താണ് പാസ്റ്റർ ഭയങ്കര പ്രസംഗം, ക്രൂശിക്കപ്പെട്ട യേശു സമാധാനം എല്ലാം പ്രസംഗിച്ചു. അവസാനം ഭാര്യ സഹി കെട്ടി പ്രസംഗം കേട്ട്, സഹി കെട്ടപ്പോൾ താഴത്ത് പോയി ഒരു മോനെ വിളിച്ചോണ്ട് പോയി അവിടെ നിന്ന് ഒരു ബെഡ് എടുത്തുണ്ട് ഇവിടെ വന്ന് ഇവിടെ കൊണ്ടുവന്ന് ബെഡ് ഇട്ട് ഒരു തലയിണയും കൊടുത്ത് ഒന്ന് വിശ്വാസികളെ ചോദിച്ചു, എന്താ എന്താ മാമേ ഇവിടെ കൊണ്ടുവന്ന് ബെഡ് ഇട്ടത്? അല്ല, പാസ് ഇവിടെ തന്നെ കിടന്നുകൊണ്ടത്. അകത്തേക്ക് വന്നാൽ ഞാനല്ലേ കാണുന്നത്. താഴത്തേക്ക് വരുമ്പോഴേ മുറിക്കകത്ത് വരുമ്പോൾ പാസ്റ്റർ വായി നിൽക്കുന്നേക്കുന്നത് ഞാനല്ലേ. പാസ്റ്റർ ഇവിടെയാണെങ്കിൽ വിശുദ്ധൻ, ഇത്രയും നല്ലൊരു പാസ്റ്റർ എന്ന് പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ രഹസ്യ ഭാഗങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധമോ നടക്കി ചെല്ലട്ടെ. സ്വന്തം കുഞ്ഞുങ്ങളോട് ക്ഷമിക്കാത്തവർ, സ്വന്തം ഭാര്യയോട് കരുണയില്ലാത്തവർ, സ്വന്തം ഭർത്താവിനോട് കരുണയില്ലാത്തവർ എന്ന് പറഞ്ഞിട്ട് പറയുക യേശുവേ ദൈവമേ, വിളിക്കുന്നത് തന്നെ ഞാൻ ദൈവത്തോട് സമാധാനം, ദൈവവുമായിട്ട് തിരിഞ്ഞു നിന്നിട്ടല്ല വിളിക്കേണ്ടത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അടുത്തിരിക്കുക, അവനോട് ചേർന്നിരിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന എല്ലാം ദൈവം കേട്ടെന്ന് വിചാരിക്കരുത്. ചോദിക്കണം, നീ കേട്ടോ? ഹല്ലേലൂയ. അതോ വെറും വാക്കായിട്ട് ഇത് പുറത്തു പോയോ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തോട് ബന്ധം, സഹോദരനോട് ബന്ധം, സമൂഹത്തോട് ബന്ധം, നമുക്ക് ഈ ഒരു ബന്ധം, ദൈവത്തോടുള്ള സമാധാന ബന്ധം നമുക്ക് സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞു വന്ന ആ വേദഭാഗങ്ങൾ നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി. എല്ലാവരും എന്നെ ദയവായിട്ട് ശ്രദ്ധിച്ചാട്ടെ. ഇപ്പം ദൈവമേ എന്ന് ഞാൻ വിളിക്കുന്നില്ല, പിന്നെ ദൈവമേ എൻ്റെ സ്വർഗീയ പിതാവേ. ഒരപ്പനും മകനും എന്നുള്ള വിളിച്ചു പഠിച്ചതല്ലേ. വിളിച്ചത് കൊണ്ട് ആരെങ്കിലും അപ്പനാകുമോ? തിമോത്തി വിളിച്ച് അപ്പനായതാണോ സുരൻ്റെ? അത് അപ്പനായത് കൊണ്ട് വിളിച്ചതാണോ? നമ്മൾ വിളിച്ച് പഠിച്ച് അപ്പനായി. സജൻ്റെ മോനായിട്ട് ജനിച്ചത് കൊണ്ടല്ലേ നീ വിളിച്ചത് പപ്പാന്ന് വിളിച്ചത്? അല്ലാണ്ട് വിളിച്ച് പഠിച്ചതാണോ? ആണോ? വേണിക്കിൻ്റെ മോനാ നീ. ദൈവത്തിൻ്റെ മകനെ കണ്ടാൽ അറിയാം, അവൻ്റെ പ്രശംസ ക്രൂശാണ്. ആ രക്തമാണ് എന്നെ പരുവത്തിലാക്കിയത്. ആ രക്തം എനിക്ക് വേണ്ടി മാത്രമല്ല, ആ രക്തം ഈ കുഞ്ഞിന് വേണ്ടി കൂടെയാണ്. ആ രക്തം അപ്പുറത്തുകാരനും കൂടെ വേണ്ടിയിട്ടാണ്. ഈ അപ്പുറത്തുള്ള ഹൈന്ദവർക്കും മുസ്ലിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ രക്തം ചൊരിഞ്ഞത്. ഈ സത്യം ഞാൻ അവർക്ക് പകർന്നു കൊടുക്കുന്നില്ലെങ്കിൽ ഹല്ലേലൂയ, ഞാൻ ദൈവത്തോട് സമാധാന ബന്ധം ഉണ്ടെന്ന് പറയാൻ എനിക്ക് സാധ്യമല്ല. ഒറ്റ വാക്കിൽ പറഞ്ഞ് ഞാൻ നിർത്തുക. ഈ സമാധാന ബന്ധമുണ്ടായാൽ, ഈ വചനം നിങ്ങൾ സത്യവചനം, ക്രൂശിൻ്റെ വചനമാണ് നിങ്ങൾ കേട്ടതെങ്കിൽ, ഞാൻ തീർത്തു പറഞ്ഞു, നിങ്ങളുടെ മനസ്സിന് സൗഖ്യം കിട്ടും. ദൈവവുമായിട്ടുള്ള സമാധാന ബന്ധം വന്നാൽ നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമാകും. ഹല്ലേലൂയ. സ്വസ്ഥതയില്ലാത്ത മനസ്സെ ദൈവത്തിൽ ആശ്രയിക്കുക. മനസ്സിന് സ്വസ്ഥത തരുന്ന ദൈവം. ഇവിടുത്തെ രോഗം എന്താണ്? ഞാൻ പറയട്ടെ, എൻ്റെ ഈ പ്രായത്തിൽ, ഞാൻ എൻ്റെ 29ാമത്തെ വയസ്സിൽ ഈ സുവിശേഷം കേട്ടപ്പോൾ ഇതുപോലെ ഏറ്റവും പുറകിൽ മാറി ഒരു മാറ്റുണ്ട്. ആ മാറ്റിൻ്റെ മാറ്റേൽ ഞാൻ കിടക്കും. പാവൂരിൽ അവിടെ കിടക്കുമ്പോൾ ഞാനിങ്ങനെ തടയി കിടക്കുമ്പോൾ അവസാനം ഏലിക്കുട്ടിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല. ഏലിക്കുട്ടി വന്ന് തടയി തരും. പാസ്റ്റർമാർക്ക് വന്നിട്ട് ബുദ്ധിമുട്ടായി. സഭയ്ക്കകത്ത് ചെന്നിട്ട് അങ്ങനെ കിടന്ന 29 വയസ്സിൽ, നീ 68 വയസ്സാകുമ്പോൾ എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, എൻ്റെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. രോഗം കൂട്ടിത്തരുന്ന ദൈവമല്ല ഇത്. ദാരിദ്ര്യം കൂട്ടിത്തരുന്ന ദൈവമല്ല ഇത്. യൗവനത്തിൽ ഇന്ന് പലരും കിളവന്മാരെക്കാൾ കഷ്ടമാണ്, കിളവികളേക്കാൾ കഷ്ടമായി. എന്താ കാരണം? ശരീരത്തിൻ്റെ മേൽ അധികാരം സാത്താനാണ്.
ഹല്ലേലൂയ. പിശാച് രോഗം വരുത്തും. ഹല്ലേലൂയ. പിന്നെ ദൈവം ബാലശിക്ഷ തരും. ദൈവം സഹായിച്ചെന്നാൽ അടുത്ത ദിവസം ഞാൻ നിങ്ങൾക്ക് അത് വിലയേറിയ വാഗ്ദത്തങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് വരട്ടെ. നിങ്ങൾക്ക് പിശാചിനാൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളെ കണ്ടിട്ട് സാരമില്ല. ഇപ്പം എഴുന്നേറ്റൊന്ന് നിൽക്കാൻ വയ്യ. ഹല്ലേലൂയ. മുട്ടയിലൊന്ന് ഇരിക്കാൻ വയ്യ. എനിക്ക് വളരെ സന്തോഷം. കുഞ്ഞുങ്ങൾ ഇന്ന് വർഷിപ്പ് ചെയ്തപ്പോൾ ഡിവോഷൻ ടൈമിൽ അവർ മുട്ടയിലിരുന്നും കൊണ്ട് കർത്താവിനെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ ഹല്ലേലൂയ, എനിക്കും അങ്ങനെയാണ് ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ഈ അടുത്ത സമയം വരെ ഇങ്ങനെ അടുത്ത കാലം വരെ മുട്ടിലിരുന്നും കൊണ്ടാണ് ഞാൻ ആരാധിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എൻ്റെ മുട്ടിന് വിളിച്ചിട്ട് വേദന വന്നു. അതും ഞാൻ പറയുന്നു, എൻ്റെ കർത്താവ് വാർദ്ധക്യത്തിലും എനിക്കതിനുള്ള ശക്തി തരും. കാലേബ് പറയുന്നത് വാർദ്ധക്യത്തിലും 80 വയസ്സുണ്ട്, പക്ഷെ മല കയറാൻ എനിക്ക് ഇറങ്ങാം. ദൈവത്തെ പിൻപറ്റുന്നവർക്ക് രോഗം വരുത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. അതൊരു ബാലശിക്ഷയാണ്. ബാലശിക്ഷ എന്തിനാ? അവനുമായിട്ടുള്ള സമാധാന ബന്ധം പുതുക്കപ്പെടാനാണ്. കർത്താവിൻ സ്വന്തം നന്ദിയില്ലാത്ത ഒരു ദിവസം കെട്ടിയാൽ ഹല്ലേലൂയ, ദൈവം ആരാണെന്ന് ഓർത്തൊന്ന് നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത ആൾ പറയും, അയ്യോ എൻ്റെ കർത്താവിൻ്റെ കൂടെയാണ് ഞാൻ. എളുപ്പമാണ് പറയാൻ. ഹല്ലേലൂയ. ദൈവത്തിൽ ഒരു സഭായോഗം മുടക്കുന്നവൻ, അവസരം കിട്ടിയിട്ടൊരു ഉപവാസ പ്രാർത്ഥന മുടക്കുന്നവൻ ദൈവത്തോട് സമാധാനമുണ്ടെന്ന് പറയുന്നെങ്കിൽ അത് വേറൊരു ചരക്കാണ്, അത് വേറൊരു സാധനമാണത്. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് വിലപ്പോകത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേറെ എന്തിനും നമുക്ക് സമയമുണ്ടാകും. ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാൻ നമുക്ക് സമയമുണ്ടാകത്തില്ല. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തോടുള്ള സമാധാന ബന്ധം കണ്ണുകൾ നമുക്ക് അടയ്ക്കാം.